ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ലോങ് വീഡിയോ ഇടുകയാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ റൊട്ടീൻ ഇവിടെ സ്റ്റാർട്ടാകുകയാണ്. നമ്മൾ ഫസ്റ്റ് എണീറ്റ പാടന്നെ കിടക്ക വിരിച്ച് ബെഡ് ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വിരിച്ച് എന്നിട്ട് റൂമിൽ നിന്ന് പുറത്ത് വന്നാൽ അത് തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാവും. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഫ്രണ്ട് ഡോറ് തുറക്കുക. നല്ല മഴയാണ്. അപ്പോൾ ഫ്രണ്ട് ഡോറ് ഞാൻ എപ്പോഴും രാവിലെ തുറക്കാറ്. അത് കഴിഞ്ഞിട്ട് ബാക്ക് ഡോറ് തുറക്കും. ഇപ്പോൾ രാവിലെ ഇവിടെ ചായക്കുള്ള വെള്ളം തിളപ്പിക്കുകയാണ് ഫസ്റ്റ് ചെയ്യുക. ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെച്ചാൽ ഓരോരുത്തർക്ക് വരുമ്പോൾ ചായ ഇട്ട് കൊടുക്കും. ഓരോരുത്തർക്ക് വരുമ്പോൾ ചായ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് മോന് മദ്രസയിലേക്ക് ചായ കലക്കി. അപ്പോൾ പാലൊഴിക്കുമ്പോഴത്തേക്ക് പാല് തിളക്കുമ്പോഴത്തേക്ക് അവൻ പോയി. അപ്പോൾ അവൻ്റെ ചായ ഞാൻ കുടിക്കേണ്ടി വന്നു. അപ്പോൾ രാവിലത്തെ കാൽ ചായക്ക് ഇവിടെ ബ്രെഡ് ടോസ്റ്റാണ്. ബ്രെഡും മുട്ടയും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ബ്രെഡ് വാട്ടി എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ്. അപ്പോൾ ഇതെന്ത് പറയാനത് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ രാവിലെ എന്നും ഇവിടെ മോർണിംഗ് കാൽച്ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. എപ്പോഴെങ്കിലും കേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ല, ബേക്കറി ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ പഴം വാട്ടിയതോ പഴം പുഴുങ്ങിയത് അല്ലെങ്കിൽ ഇങ്ങനെ ബ്രെഡ് വാട്ടിയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, മസ്റ്റാണ്. കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടാക്കി അതങ്ങനെ ശീലിച്ച് പോയി. ഇപ്പോൾ ഒരു ദിവസം ഇല്ലെങ്കിൽ അതെന്തോ മാതിരിയായിട്ട് കാൽച്ചായ കുടിച്ചാൽ പിന്നെ കുറേ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ബ്രെഡ് വാട്ടം അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലാസ്കിലുള്ള വെള്ളം തിളച്ച് ഫ്ലാസ്കിലോട്ട് ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നടുക്കോട്ട് പാത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ കുടിക്കുന്ന വെള്ളം തിളപ്പിക്കുക. അത് രാവിലെ അങ്ങ് തിളപ്പിച്ച് വെക്കും. ഒരു പ്രാവശ്യം ഒന്നല്ല, 2-3 വട്ടം. രാത്രി വരെ ആകുമ്പോഴത്തേക്ക് ഇതൊന്നും തികയില്ല. 2-3 വട്ടം അങ്ങനെ തിളപ്പിക്കും. ഞാൻ നല്ല തിളപ്പിച്ച് നമ്മൾ പതിമുഖം ചുക്ക് അങ്ങനത്തെ ഒക്കെ പറയുന്ന ഒരു സാധനമില്ല, അതങ്ങ് ഇട്ട് കൊടുത്ത് നല്ലോണം തിളപ്പിച്ചാറിയ വെള്ളമാണ് എല്ലാവരും കുടിക്കാറ്. പിന്നെ അത് കഴിഞ്ഞു നമ്മളിവിടെ പാന് വെച്ച്, പാന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലും കാൽച്ചായൊക്കെ രാവിലെ ഉണ്ടാക്കാറുണ്ടാവും വിചാരിക്കുന്നു. ഉണ്ടാക്കുന്ന പോലെ എന്നെപ്പോലത്തെ പണ്ടത്തെ ഇപ്പം ഇങ്ങനെ ആരും കാൽച്ചായ വേറെ മറ്റേ ചായ വേറെ അങ്ങനെ 2 ചായ ഒന്നും ഉണ്ടാക്കാറില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ബിസി ആയില്ലേ. അപ്പോൾ എന്നെപ്പോലെ ഇപ്പോഴും പണ്ടത്തെ മാതിരി 2 തരം ചായക്കൂട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഫുൾ വീഡിയോ ചെയ്യുന്നത്. ലോങ് വീഡിയോ എപ്പോഴും ഷോർട്ടാണ് ഇടുക, വേറൊന്നുമില്ല, മടി തന്നെ. കാരണം ഇതാകുമ്പോൾ ലോങ് വീഡിയോക്ക് വ്യൂസ് കുറയും, ഷോർട്ടിന് വ്യൂസ് കൂടുകയും ചെയ്യും. അത് കാണുമ്പോൾ നമ്മൾ എളുപ്പപ്പണി അങ്ങ് എടുക്കും. ഷോർട്ട് വീഡിയോ ചെയ്യും, അത് സമയക്കുറവും എഡിറ്റിങ്ങും എല്ലാം വേഗം കഴിയുകയും ചെയ്യും. വ്യൂസ് കൂടുതലും ഉണ്ടാവും. പക്ഷേ അത് ശരിയല്ല എന്ന് ഇപ്പം മനസ്സിലായി. അപ്പോൾ ലോങ് വീഡിയോ ചെയ്യാൻ ഒരുപാട് പണിയാണ്. എഡിറ്റിങ്ങും കാര്യങ്ങളും വോയിസ് ഓവറും എല്ലാം കൂടി കുറേ ടൈം, നമ്മൾ ഒരുപാട് സമയങ്ങളാണ് പോകുന്നത്. എന്നാലും വേണ്ടില്ല, ഒരു കാര്യം വിചാരിച്ച് ഇറങ്ങിയാൽ നമ്മളതെന്തായാലും ആത്മാർത്ഥയോടെ അത് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഷോർട്ട് വീഡിയോ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ ചെയ്യാൻ, ലോങ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ലോങ് വീഡിയോ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. എന്നാലേ വാച്ച് അവർ കൂടുകയുള്ളൂ. അപ്പോൾ വാച്ച് അവർ കൂടണമെങ്കിൽ എന്തായാലും നമ്മൾ ഡെയിലി ഒരു ലോങ് വീഡിയോ, ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ ഇടണം. അത് നിർബന്ധമാണ്. അപ്പോൾ എന്നെപ്പോലെ പുതിയ ചാനൽ തുടങ്ങിയ സംരംഭകർ എല്ലാവരും ഒന്ന് ഇത് ശ്രദ്ധിക്കുക. പിന്നെ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഇടയ്ക്ക് മോനെ ഉണർത്താൻ റൂമിലോട്ട് ഇങ്ങനെ പോയും വന്നും കളിക്കുന്നു. അതാണ് ബ്രെഡ് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് ചായക്കുള്ളത് ദോശയാണ്. ഈ നീർദോശ എന്നൊക്കെ പറയുന്ന വെള്ളം പോലത്തെ ഒരു ദോശ, അതൊക്കെ യൂട്യൂബ് കണ്ടാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ദോശ ഞങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് ഇവിടെ ഉണ്ടാക്കിയപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി. തേങ്ങയും പച്ചരിയും കൂടി അരച്ചിട്ടുള്ള ദോശ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് അതാണ് പരിപാടി. അപ്പോൾ ആദ്യം ഇതൊന്ന് ചെയ്ത് തീർക്കട്ടെ. അതിൻ്റെ കൂടെ സംസാരത്തിൽ ഓരോന്നിങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യുക. പുതിയ ചാനൽ
സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും കൂടിയാണ്. എന്നെപ്പോലെ ഒരുപാട് പുതിയ ചാനൽ തുടങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും പഴയ വീഡിയോസൊക്കെ ഒരുപാട് കാണുന്ന ആൾക്കാരുണ്ടാവും. സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ച ആൾക്കാരായിരിക്കും നിങ്ങളെല്ലാവരും കാണും. അപ്പോൾ ഇതുപോലെ ചെറിയ ചാനൽ, ചെറിയ സബ്ബും പിന്നെ ചെറിയ ഇതൊക്കെ ഉള്ള സബ്സ്ക്രൈബറൊക്കെ ഉള്ള ചാനലൊക്കെ കാണുമ്പോൾ ഒന്ന് കണ്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എന്നാൽ ഡെയിലി ഒരു വീഡിയോ എനിക്ക് ഇടാൻ പറ്റുകയുള്ളൂ. നിങ്ങളെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ 3 ആൾക്കും എക്സാമാണ്. രണ്ടാൾക്ക് രാവിലെ എക്സാമും പിന്നെ ഒരാൾക്ക് ഉച്ചക്കുമാണ് എക്സാമും. അപ്പോൾ ഇഷാനും മോനിക്കും രാവിലെ തന്നെ LKG അല്ല, അപ്പോൾ അവന് രാവിലെ തന്നെ ഉച്ചക്ക് 1 മണിക്ക് വിടും. മറ്റേ ഒരാൾ 10ാം ക്ലാസ്, അവന് രാവിലാണ്. ഉച്ചക്ക് മദ്രസ പോകേണ്ട ഒരാളുണ്ട്, അവനിക്ക് ഉച്ചക്കാണ്. അപ്പോൾ എൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും എഡിറ്റിങ് അങ്ങനത്തെ എനിക്കെല്ലാം പറഞ്ഞിരുന്നു ചെയ്തിരുന്നൊക്കെ എൻ്റെ ഇളയ മോനാണ്. ഏറ്റവും ഉള്ളതല്ല നടുക്കത്തെ മോൻ. ഇതുവരെ വോയിസിന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നവരെ നല്ലോണം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് വാട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ദോശ പരിപാടിയിലാണ്. അപ്പോൾ സാമ്പാർ നേരത്തെ ഉണ്ടായത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. രാത്രി ഉണ്ടാക്കിയ സാമ്പാർ തന്നെയാണ്, അത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ദോശയും സാമ്പാറുമാണ്. മീൻ കിട്ടിയിട്ടില്ല, മീൻ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അത് വന്നിട്ടാണ് ഉച്ചക്കത്തെ പരിപാടി. അപ്പോൾ ചോറും ഉപ്പേരിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. ദോശ ഇവിടെ ഇതാണ് സംഭവം. നീർദോശ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പേരിക്ക് ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ചോറ് അടുപ്പത്ത് തിളക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറും ദോശയും ഉപ്പേരിയും ചോറും ബ്രെഡ് വാട്ടി ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അധികം വിഷമപ്പോൾ ഞാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.